ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം, ജൂൺ 12-ാം തീയതി ഉണ്ടായ പ്ലെയിൻ ക്രാഷ്, അതിൽ 275ഓളം പേരുടെ ജീവൻ പൊലിഞ്ഞ ആ സംഭവം നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വചനമുണ്ട്. അതാണ് റോമ 8:28. പ്ലെയിൻ ക്രാഷോ മറ്റെന്തും സംഭവിക്കട്ടെ, എന്ത് ദുരന്തം വന്നാലും ഒരു വിശ്വാസി അതിനെ കാണേണ്ടത് ഏത് കണ്ണുകളിലൂടെയാണ് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. പല പ്ലെയിൻ ക്രാഷ്, അതിൽ ജീവൻ പൊലിഞ്ഞ വ്യക്തികളെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വളരെ ഫ്രഷായിട്ടുള്ള കാര്യമാണ്. അതിലൊരു സംഭവം പ്രത്യേകം എടുത്ത് ഇനി അതിൽ ഉണ്ടായ ഒരു കാര്യം ഈ വചന വെളിച്ചത്തിൽ നാം വിചിന്തനം ചെയ്യുകയാണ്. അതാണ് 2010 മംഗലാപുരത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. ഈ യാത്രയിൽ അവരോടുകൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു ഒരു ദമ്പതിമാർ. പക്ഷെ അവർ ട്രാഫിക്കിൽ കുടുങ്ങി. അങ്ങനെ അവർ സമയത്ത് എയർപോർട്ടിൽ എത്തിയില്ല. അവസാനം അവരെത്തിയപ്പോൾ ഓടിച്ചെന്ന് അത്യാവശ്യമൊക്കെ പറഞ്ഞ്, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, വിടണം, ഞങ്ങൾക്ക് പോകണം, അങ്ങനെയെല്ലാം അവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നോ, ഫ്ലൈറ്റ് അടച്ചു, നിങ്ങൾക്കിനി പോകാൻ പറ്റത്തില്ല, നിങ്ങൾ സെക്യൂരിറ്റിയൊക്കെ പാസ്സായി അവിടെ ചെല്ലുമ്പോൾ ബാക്കി യാത്രക്കാരെല്ലാം അവിടെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും, അത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഇവർക്കാകെ സങ്കടമായി. അവർ ആവശ്യപ്പെട്ടെന്നാൽ അടുത്ത ഫ്ലൈറ്റിന് വിടാവോ. അപ്പോഴും ഈ ഫ്ലൈറ്റിൻ്റെ അധികാരികൾ അവർ സൂചിപ്പിച്ചൊരു കാര്യം, സീറ്റുണ്ടെങ്കിൽ വിടാം, പക്ഷെ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം വേറെ. ഇത് ഞങ്ങളുടെ ഒരു വീഴ്ച കൊണ്ട് വന്നതല്ല, നിങ്ങളെത്താൻ താമസിച്ചു, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വേറെ ടിക്കറ്റ്, പണം മുടക്കി ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതവരെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും അതുപോലെ തന്നെ സങ്കടം പറയാനും തുടങ്ങി. കാരണം ഫംഗ്ഷൻ നഷ്ടമാകും, പണം നഷ്ടമാകും, അങ്ങനെ പല നഷ്ടങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ സങ്കടപ്പെട്ടും വേദനിച്ചും പരസ്പരം കുറ്റപ്പെടുത്തിയുമൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് വരുന്നത്. ഇവർ കയറേണ്ടിയിരുന്ന ആ ഫ്ലൈറ്റ് മംഗലാപുരത്ത് എന്ന് ലാൻഡ് ചെയ്തപ്പോൾ അത് ക്രാഷ് ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന ജീവനക്കാർ അതുപോലെ തന്നെ യാത്രക്കാർ, അവരിൽ പലർക്കും ജീവൻ നഷ്ടമായി. അവിടെ പറഞ്ഞിരിക്കുന്ന അവരിൽ 166 പേരിൽ 158 പേര് മരണപ്പെട്ടു. 8 പേര് സർവൈവ് ചെയ്തു. 8 പേര്. ഇനി ഈ ദമ്പതിമാർ ഇവരോടൊപ്പം യാത്ര ചെയ്യേണ്ടതായിരുന്നു, ഒരുപക്ഷെ അവർ മരണപ്പെട്ടേനെ. ഇനി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടപ്പോഴേ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ ആശ്വാസം പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിൽ കയറാൻ പറ്റാതെ പോയതിന്, അതുവരെ കയറാൻ പറ്റാതെ പോയതിന് പരാതി പരിഭവം പറഞ്ഞുകൊണ്ടിരുന്ന, സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. അവരുടെ ടോൺ പെട്ടെന്ന് മാറി. നമ്മുടെ ഗുജറാത്ത് അഹമ്മദാബാദിൽ നടന്ന ആ ഒരു പ്ലെയിൻ ക്രാഷിലും ആദ്യകാലത്ത് അതൊക്കെ പുറത്ത് വന്നപ്പോൾ മുതൽ പലരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഒരു സർവൈവർ ഉണ്ടല്ലോ, ആ വ്യക്തിയിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പല പ്ലെയിൻ ക്രാഷ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്തൊക്കെ സർവൈവേഴ്സ് ഉണ്ടായിരുന്നത്. ഇനി അവർ ഭാഗ്യപ്പെട്ടവരെന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ അതെങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം നാം പഠിച്ചിരിക്കേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ജീവിത വിജയത്തിന് ആവശ്യമായൊരു കാര്യമാണ് നിങ്ങൾ ഒബ്സ്റ്റക്കിൾസ് ഓപ്പർച്യൂണിറ്റി ആക്കാൻ പഠിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ, മാർഗതടസ്സങ്ങൾ വരുമ്പോൾ അതെല്ലാം ഒരു നിരാശയ്ക്ക് കാരണമാക്കാതെ ഒരു അവസരമാക്കാൻ നിങ്ങൾ പഠിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നുള്ളത് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഇതാണ് ദൈവമക്കളായ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. കാരണം റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇതിൻ്റെ ഒരു കൂട്ടുവചനമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പഴയ നിയമത്തിൽ ജെറമ്യായുടെ പുസ്തകം 29:11 വചനം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങൾ, സങ്കടങ്ങൾ നമുക്ക് വന്നാലും അതെല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും. ലാസറിൻ്റെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞ എന്താ, അവൻ്റെ മരണത്തിൽ കലാശിക്കേണ്ടതല്ല, ദൈവമഹത്വത്തിൽ കലാശിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതിന് മുമ്പ്
കർത്താവ് അവിടെ ഓടിച്ചെന്ന് അവനെ സുഖപ്പെടുത്താൻ നോക്കിയില്ല. യേശു പറഞ്ഞൊരു കാര്യം, ഇത് മരണത്തിൽ കലാശിക്കേണ്ടതല്ല, ദൈവമഹത്വത്തിൽ കലാശിക്കേണ്ടതാണ്. ഇതുപോലെ നമുക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തമായിട്ട് നമ്മൾ കാണുന്നത് അമേരിക്കയിലുണ്ടായ ട്വിൻ ടവർ 2 ഫ്ലൈറ്റ് ഇടിച്ച് തകർത്ത ആ ഒരു സംഭവമാണ്. 3000-ഓളം വ്യക്തികൾക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. ഇനി അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞത്, ട്രാഫിക്കിൽപ്പെട്ടതുകൊണ്ട് അവരുടെ ജോലി സ്ഥലത്ത് സമയത്ത് എത്താൻ പറ്റിയില്ല. വേറൊരാളുടെ കാര്യം പറഞ്ഞത്, ശാരീരികമായ രോഗം വന്നതുകൊണ്ട് അവർക്ക് ജോലിയിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. എങ്ങനെ എത്തുമായിരുന്നെങ്കിൽ ആ മരിച്ച വ്യക്തികളുടെ കൂടെ ഒരുപക്ഷെ അവരുടെ ജീവനും നഷ്ടപ്പെട്ടേനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് സെപ്റ്റംബർ 11, ഇതാണ് 9/11 എന്ന് പറയാറുണ്ട്. 2001 സെപ്റ്റംബർ 11 ആ ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ 3000-ഓളം പേര് അവരുടെ ജീവൻ നഷ്ടമായി. ലോകത്തെ മുഴുവനും ഒരു പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ആ 9/11 സംഭവം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്ലെയിൻ ക്രാഷ് 1977 ഉണ്ടായതാണ്. KLM ഫ്ലൈറ്റ്. അത് സ്പെയിനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ട് 583 പേരാണ് അതിൽ മരണപ്പെട്ടത്. 1985 ജപ്പാൻ എയർവേസ്, അത് ജപ്പാനിൽ വെച്ച് ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് 520 പേര് അതിനകത്ത് മരണപ്പെട്ടു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദാരുണമായ ചില ഫ്ലൈറ്റ് അപകടങ്ങൾ, അതിൽ ധാരാളം വ്യക്തികൾക്ക് ജീവൻ നഷ്ടമായത്. അവിടെയെല്ലാം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒളിഞ്ഞു കിടന്ന ഭാഗ്യം അവർക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മരണപ്പെടാൻ പ്രത്യേക കാരണമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്നത് പ്രായമായാൽ അല്ലെ രോഗം വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ മരണം വരുവുള്ളെന്ന്. മരണം വരാൻ പ്രത്യേക കാരണമൊന്നും വേണ്ട. ഞാൻ ഒരു സംഭവം കേട്ടതാണ്. ഇവിടെ അടുത്ത് കരിസ്വാൻ്റെ വലിയ ദൂരെയൊന്നുമല്ല, ഒരു സ്ഥലത്തുണ്ടായ ഒരു അപകടം. ഒരാൾ രാത്രിയിൽ കിടക്കാൻ പോയി. ഈ റോഡ് സൈഡിലാണ് അവരുടെ വീട്, റോഡിനോട് ചേർന്ന്. ഇനി ആ റോഡിൽ കൂടെ പോയ ഒരു വാഹനം നിയന്ത്രണം വിട്ട്, അല്ലെങ്കിൽ ഓടിച്ചാൽ ഉറങ്ങിപ്പോയതായിരിക്കാം, ആ വഴിയിൽ നിന്ന് നിയന്ത്രണം വിട്ട് ഈ വീടിനിട്ടിടിച്ചിട്ട് ഈ മനുഷ്യൻ കിടന്ന ആ ഒരു ഭാഗത്താണ് ഇടി വന്നത്. പുള്ളി മരണപ്പെട്ടു. കിടന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണോ? ഇനി അതല്ലെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തി ഇതുപോലെ ഒരു വ്യക്തിയെ കൊല്ലാൻ പോവാണ് എന്നവർ വിചാരിച്ചതാണോ? മരണം വരാൻ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം. സ്കോട്ട്ലൻഡിൽ ചെന്നപ്പോൾ ഞാൻ കേട്ടതാണ്, ഒരു നേഴ്സ് ഓൺ ഡ്യൂട്ടി. ഇനി അവർ ഇങ്ങനെ ഓൺ ഡ്യൂട്ടിയിലായിരുന്നു, ജോലിയിലായിരുന്നു. ആ സമയത്ത് അവർക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ടായിരിക്കാം. കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഞാനൊന്ന് വാഷ്റൂമിൽ പോകാം, ബാത്റൂമിൽ ഞാനൊന്ന് പോയിട്ട് വരാം, പൊക്കോളാൻ പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ വന്നപ്പോൾ തപ്പി ചെന്നപ്പോഴത്തേക്കാണ് വാഷ്റൂമിൽ അവർ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ മരിച്ചാണ് ഇരിക്കുന്നത്. യൂറിൻ പാസ് ചെയ്യാനിരുന്ന ആ അവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഷി വാസ് ഡെഡ്. ഇവിടെ ഞാൻ പറഞ്ഞേ, ആശുപത്രിയിലായിരുന്നിട്ട് പോലും ഒരു ഡോക്ടറുടെ സഹായം അല്ലെങ്കിൽ വൈദ്യസഹായം അവർക്ക് ചോദിച്ചു വാങ്ങാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു വിളി പോലും നടത്താനായിട്ട് അവരുടെ നാവ് പൊങ്ങിയില്ല. മരണം വരാൻ പ്രത്യേക കാരണമൊന്നും വേണ്ട. മരണം ഏത് സമയത്ത് വേണേലും വരാവുന്നതേ ഉള്ളൂ എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 4-ാമത്തെ വചനം പറയുന്നത്, ആ ദിവസം കള്ളനെ എന്ന പോലെ അപ്രതീക്ഷിതമായിട്ട് വരും. കള്ളന്മാർ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും പ്രതീക്ഷിക്കാത്ത സമയത്തുമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ബൈബിളിലെ ഒരു അധ്യായം തരുന്ന ആ സന്ദേശം ഹൃദയത്തിലേറ്റ് ജീവിക്കുന്നത് നല്ലതായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായമോ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമോ, ഈ 2 അധ്യായങ്ങളിലും കർത്താവ് എടുത്തു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജാഗരൂകരായിരിക്കുക, ബി വിജിലൻറ്റ്. 2-ാമത്തെ കാര്യം ഉണർന്നിരിക്കുക, ബി അവേക്ക്. 3-ാമത്തെ കാര്യം ഒരുങ്ങിയിരിക്കുക, ബി റെഡി. എപ്പം വേണേലും മരണം സംഭവിക്കാം എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള
ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.